അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമൂഹത്തിൽ കഷ്ടപ്പെടുന്നവർക്ക് എപ്പോഴും ഒരു കൈത്താങ്ങായിരുന്നു. പ്രവാചകൻ്റെ ജീവിതത്തിലുടനീളം നമുക്ക് കാണാൻ കഴിയും. ഒരിക്കൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങാടിയിലൂടെ നടന്നു പോകുകയായിരുന്നു. അപ്പോൾ ഭാരമേറിയ ചുമട് തലയിൽ വഹിച്ചു കൊണ്ടുപോകുന്ന വൃദ്ധയെ പ്രവാചകൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പ്രവാചകൻ ആ വൃദ്ധയോട് പറഞ്ഞു, "ആ ഭാരച്ചുമട് ഇങ്ങോട്ട് തരൂ, ഇത് ഞാൻ ചുമന്നുകൊള്ളാം." വൃദ്ധയുടെ ചുമടുമായി പ്രവാചകൻ അവരോടൊപ്പം നടന്നു. വൃദ്ധയ്ക്ക് പ്രവാചകൻ്റെ പ്രവൃത്തിയിൽ അത്ഭുതം തോന്നി. പ്രവാചകനോട് പറഞ്ഞു, "ഇവിടെ മുഹമ്മദ് എന്ന് പറയുന്ന ഒരാൾ നമ്മുടെ പൂർവികന്മാരെയും ദൈവങ്ങളെയും ഒക്കെ തള്ളിപ്പറയുന്നു. അവൻ ആളുകളെ ഒക്കെ വഴിപിഴക്കുകയാണ്. മോനെപ്പോലെയുള്ള യുവാക്കൾ അവൻ്റെ പിടിയിൽ അകപ്പെടരുത്." തന്നെക്കുറിച്ചാണ് ആ സ്ത്രീ പറയുന്നതെന്ന് മനസ്സിലായിട്ടും പ്രവാചകൻ മറുപടിയൊന്നും പറഞ്ഞില്ല. ആ ഭാരവും ചുമന്ന് അവർക്ക് എത്തേണ്ട സ്ഥലത്ത് അത് എത്തിച്ചു കൊടുത്തു. തിരിച്ചു പോകുന്ന സമയത്ത് പ്രവാചകനോട് പേര് ചോദിച്ചു ആ സ്ത്രീ. പ്രവാചകൻ മറുപടി പറഞ്ഞു, "താങ്കൾ നേരത്തെ സൂചിപ്പിച്ച ആ മുഹമ്മദ് ഞാനാണ്." ആ വൃദ്ധ അത്ഭുതപ്പെട്ടു പോയി. പിന്നീട് ആ വൃദ്ധ പ്രവാചകൻ്റെ വിശ്വാസം സ്വീകരിക്കുക തന്നെ ചെയ്തു. ഇതാണ് പ്രവാചകൻ്റെ സ്വഭാവം, മാതൃക. അത് നമ്മളിലും ഇതുപോലുള്ള ആ സ്വഭാവം ഉണ്ടായാൽ നമുക്ക് പ്രവാചകൻ്റെ പാദം പിൻപറ്റി എന്ന് പറയാം. അങ്ങനെയുള്ള നല്ല സ്വഭാവം നമ്മളെ കണ്ട് മറ്റുള്ളവർക്ക് നമ്മളെ മനസ്സിലാകണം, ഇതൊരു നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാണ്. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ ആ പാത പിൻപറ്റി ജീവിച്ചാൽ നമുക്കും വിജയിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നാളെ സ്വർഗത്തിൽ നമുക്ക് ഒന്നിക്കണമെങ്കിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാത പിൻപറ്റി തന്നെ നമ്മൾ ജീവിക്കണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.